ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്രെഡ് പക്കോട ആയിട്ടാണ്. നിങ്ങൾ ഇതുപോലെ ബ്രെഡ് പക്കോട ഇത്ര ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോടയാണ്. അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ഒരു ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച 2 സവാള നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വയന്ന് വരണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. സവാള ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ആണ്. വേവിച്ച് വെച്ചിട്ട് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവാളൻ്റെ മിക്സും പൊട്ടാറ്റോയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ രണ്ടും ഒരുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് മാറ്റി വെക്കാം. അടുത്തത് ഒരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തത്. സെയിം കപ്പിൽ തന്നെ കടലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ, അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. തിക്കായിട്ടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമനുസരിച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെന്ന്. അത് നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൂസ് പരുവത്തിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത്. ബാറ്റർ റെഡിയായി അടുത്തത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടി 2 ബ്രെഡാണ് ഞാനിവിടെ എടുത്തത്. ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോ ഫില്ലിങ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരേ അളവിൽ നമ്മൾ പൊട്ടാറ്റോ ഫില്ലിങ് ഒന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ കെച്ചപ്പ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കെച്ചപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ട്രൈ ചെയ്താൽ എത്ര ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കാം. അതിന് ശേഷം 4ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ബ്രെഡിൽ ഇതുപോലെ ഫില്ല് ചെയ്യുന്ന ടൈം നമ്മൾ ഓൾറെഡി ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യേ വേണ്ടത്. അതുകൊണ്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂടുള്ള ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് കുക്കാകാൻ വേണ്ടി 2 സൈഡും ഒരുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ 2 സൈഡും ഒരുപോലെ കുക്കായതിന് ശേഷം ഓയിലിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു പക്വടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.